ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങുന്ന ഈ ഒസംപിക്കും മുൻജാറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺസാണ് GLP-1 എന്ന ഹോർമോൺസ്. ഇത് നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദനം നടത്തും. ഇതിന് സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയ. ഈ ബാക്ടീരിയ നമ്മുടെ ഈ ചെറുകുടലിലെ ഒരു ലെയറായ എപ്പിത്തീലിയം ലെയർ, അതിലുണ്ടാകുന്ന ഒരു സെല്ലാണ് എൽ സെല്ല്. ഈ എൽ സെല്ലിൽ നിന്നാണ് നമുക്ക് GLP-1 എന്ന ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ എൽ സെല്ലിലേക്ക് ചില മോളിക്കുലർ ട്രാൻസ്ഫർ ചെയ്യും. ഈ ട്രാൻസ്ഫർ ചെയ്തത് ഈ മോളിക്കുല നമ്മുടെ എൽ സെല്ലിൽ നിന്നും നമ്മുടെ GLP-1 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇത് ബെഡിലേക്ക് അയക്കും. ബെഡിലേക്ക് അയച്ചതിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് പാൻക്രിയാസിൽ നമ്മുടെ ബ്രെയിൻ ഹൈപ്പോതലാമസിലേക്ക് പോകും. ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്ത് തൈറോയ്ഡും മറ്റുള്ള ഈ ഭാഗത്തേക്ക് എൻഡോക്രൈൻ ഹോർമോൺസ് എന്ന് പറയും. ഈ ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ഒന്നാണ് ഈ ഹൈപ്പോതലാമസ് മെയിൻ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈപ്പോതലാമസിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ ആമാശയത്തിലേക്ക് നമ്മുടെ വിശപ്പ് എന്ന ഹോർമോൺസിനെ ഗ്രില്ല് എന്ന ഹോർമോൺസിനെ റിഡ്യൂസ് ചെയ്യും. അത് മാത്രമല്ല, നമ്മൾ നാവിലേക്ക് വെക്കുമ്പോൾ നമുക്കൊരു ഭക്ഷണത്തിനോടുള്ള താല്പര്യം ഉണ്ടാവില്ല. അഥവാ ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കൂടുതലും കഴിക്കണം നിർത്താൻ തോന്നാത്ത ഒരവസ്ഥ, ആ അവസ്ഥ വരുന്നതാണ് ഡോപ്പമിൻ എന്ന ഹോർമോൺസ്, അഥവാ ഇതിനുള്ള കൂടുതൽ താല്പര്യപ്പെടുന്ന ഹോർമോൺസ്. അപ്പോൾ ഈ ഡോപ്പമിൻ എന്ന ഹോർമോൺസിനെ ഒന്ന് റിഡ്യൂസ് ചെയ്യും. അത് കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കുറക്കും. അത് മാത്രമല്ല, നമുക്ക് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞ് എന്ന് തോന്നുന്ന ഒരു ഹോർമോൺസാണ് സെറട്ടോണിൻ ഹോർമോൺസ്. അഥവാ നമ്മൾ സ്റ്റാറ്റിഫൈഡ് ആണ്, ഓക്കെ ആണ് എന്ന് തോന്നുന്നത്. അപ്പോൾ കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറഞ്ഞ് എന്ന് തോന്നുന്ന ഹോർമോൺസാണ് സെറട്ടോണിൻ ഹോർമോൺസ്. അതിനെ കൂട്ടും. അതുപോലെ കൂടുതൽ താല്പര്യമുള്ള ഡോപ്പമിൻ ഹോർമോണിനെ കുറക്കുകയും ചെയ്യും. അപ്പം ഈ GLP-1 എന്ന ഹോർമോൺസ് ഇത് ചെയ്യുന്നത്. അപ്പം ഇതിന് മെയിൻ സഹായിക്കുന്നതാണ് ബാക്ടീരിയ പറയുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ എങ്ങനെ നമ്മൾ മെച്ചപ്പെടുത്തുക? ബാക്ടീരിയനെ നമുക്ക് മെച്ചപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഹോർമോൺസിൻ്റെ കൂടുതൽ ഉൽപ്പാദനം നടത്തുകയുള്ളൂ. അപ്പം ഇതിന് വേണ്ടത് നമ്മൾ ഫൈബർ, ഈ ബാക്ടീരിയ ഇഷ്ടപ്പെടുന്ന ഫുഡുകളാണ്, ബാക്ടീരിയക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന ഫുഡുകളാണ് ഫൈബർ എന്ന് പറയുന്നത്. അത് നമുക്ക് കൂടുതലും പച്ചക്കറി ഫ്രൂട്ട്സുകൾ ഉണ്ടാകുന്ന ഒരു കണ്ടന്റാണ് ഈ ഫൈബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പച്ചക്കറിയും ഫ്രൂട്ട്സ് നമ്മൾ നല്ല രീതിയിൽ ഡെയിലി ഭക്ഷണത്തിൽ ആഡ് ചെയ്യണം. അപ്പം അത് മാത്രമല്ല, നമ്മൾ ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റ് നമുക്ക് കൂടുതലായിട്ട് GLP-1 ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫാറ്റ് ഫുഡുകൾ ഹെൽത്തി ഫാറ്റ് ഫുഡുകൾ, അഥവാ ചീസ്, ബട്ടർ ഒക്കെ, അവോക്കാഡോ, ഇവയൊക്കെ നമ്മുടെ ശരീരത്തിലെ GLP-1 ഹോർമോൺസിന്, അതുപോലെ തന്നെ മറ്റു ഹോർമോൺസുകളാണ്. ഈ എൽ സെല്ലിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസാണ് പെപ്റ്റൈഡ് Y ഹോർമോൺ, അതുപോലെ തന്നെ CCK ഹോർമോൺസ്. ഇവയൊക്കെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ചെറുകുടലിൽ നിന്നും ബെഡിലേക്കുള്ള ഈ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുകയും ഇൻസുലിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട രീതി എങ്ങനെ? ഫസ്റ്റ് നിങ്ങൾ ഏത് മീൽസ് കഴിക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ കഴിക്കേണ്ടത് വെജിറ്റബിൾ. ഈ വെജിറ്റബിൾ നല്ല രീതിയിൽ വെജിറ്റബിൾ കഴിക്കുമ്പോൾ ഹൈ റിച്ച് ഫൈബർ ഉണ്ട്. ഈ ഹൈ റിച്ച് ഫൈബർ അത് മാത്രമല്ല നിങ്ങളുടെ ആമാശയത്തിനെ വികസിപ്പിക്കുകയും, അത് മാത്രമല്ല നിങ്ങൾ ആമാശയത്തിൽ നിന്നും നിങ്ങൾ ചെറുകുടലിലേക്കുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷനുകൾ ഒരു ജസ്റ്റ് മസിൽസ് ആണ്, കോൺട്രാക്ഷൻ ചെയ്യും. അതിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ നിങ്ങൾ ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് പാസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ ഹൈ റിച്ച് ഫൈബർ കഴിക്കുന്ന സമയത്ത് ഈ ഫൈബർ ഫുഡ് നിങ്ങളെ ഇതിനെ സഹായിക്കും. കുറച്ച് മാത്രമേ നിങ്ങൾ ചെറുകുടലിലേക്ക് പോവുകയും ചെറുകുടലിൽ നിന്നും ബ്ലഡിലേക്ക് പോകുന്നതും